റെജി ലൂക്കോസ്, ഈ ഘട്ടത്തിൽ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് പോലീസിന് നേരെ വിരൽ ചൂണ്ടിയുള്ള ആരോപണങ്ങൾ മാത്രമാണ്. അന്ന് ഏറ്റവും കൂടുതൽ പഴികേട്ടതും പോലീസ് തന്നെയാണ്. കമ്മീഷണറെ മാറ്റി നിർത്തും എന്ന് മുഖ്യമന്ത്രി അടക്കം പറയുന്നതിന് കാരണവും അതിൽ കൃത്യമായ ഒരു ഇടപെടൽ വേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ്. എന്നിട്ടെന്തുകൊണ്ടാണ് ശ്രീ റെജി ലൂക്കോസ് അങ്ങയുടെ ബോധ്യത്തിൽ, അങ്ങയുടെ അറിവിൽ ഇത്രയും കാലവും ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുകയും ആരാണിതിന് പിന്നിൽ എന്ന് പൊതുസമൂഹം അറിയാതെ പോവുകയും ചെയ്തത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ ആ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആ റിപ്പോർട്ട് പുറത്തു വരണം. ആ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ എന്താണെന്നുള്ളത് അറിയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഈ ചർച്ച പങ്കെടുക്കുന്ന പൂരത്തിൻ്റെ ആഘോഷ കമ്മിറ്റിയുടെ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ളവർക്കും അതറിയാനുള്ളതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 4 വർഷം അടുപ്പിച്ച്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരാം, കഴിഞ്ഞ 4 വർഷം അടുപ്പിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ആനയുമായി ബന്ധപ്പെട്ട് പല കഠിന നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി 3 തവണ പൂരത്തിന് ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട AK ശശീന്ദ്രൻ ബന്ധപ്പെട്ടിട്ടാണ് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചത്. എനിക്ക് വളരെ വ്യക്തമായിട്ട് നമ്മളെല്ലാം അത് വാർത്തകളിലൂടെ കണ്ടിട്ടുള്ള. ഇവിടെ രാഷ്ട്രീയം പറഞ്ഞു ശ്രീകുമാർ സാറ്, അതുപോലെ ഷാഹു പ്രസാദ് പറഞ്ഞു, അത് ഈ ചർച്ചയിലെ ഒരു ഭാഗമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും വലിയ കാത്തിരിപ്പും ഇത്രയും വലിയ സർക്കാർ ഇടപെടലും ഒക്കെ ഉണ്ടായിട്ട് ഒരു പൂരം ഭംഗിയോടെ കൂടി നടത്താൻ, ഒരു വീഴ്ചയുമില്ലാതെ നടത്താൻ തീരുമാനിച്ചത് പൊളിഞ്ഞു പോകുന്നു. ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ അതിന് പ്രതിസന്ധി ഉണ്ടാകുന്നു. എന്നിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഇത്രയും കാലം അങ്ങ് പറയുന്നത് ആ റിപ്പോർട്ട് വരും എന്നാണ്. റിപ്പോർട്ട് എന്തെങ്കിലും വന്നാൽ മതിയോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, 2016 അധികാരമേറ്റ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് 7 പൂരം വളരെ ഭംഗിയുമായിട്ട് സുപ്രീം കോടതി വിധി വന്നു. എന്താ വന്നേ? വെടിക്കെട്ട് നടത്താൻ പാടില്ലെന്ന് പറഞ്ഞു. വളരെ അനിശ്ചിതത്തിലായിരുന്നു 2 വർഷം മുമ്പ് വെടിക്കെട്ടിൻ്റെ കാര്യത്തിലൊക്കെ കേരള ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട് വളരെ രീതിയിൽ പൂരം കമ്മിറ്റിയായിട്ടൊക്കെ ഇടപെട്ട് അതെല്ലാം കൃത്യമായി പരിഹരിച്ച ചരിത്രങ്ങൾ ഈ പൂരത്തിൽ ഈ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ഉണ്ട്. ഈ ഒരു വർഷം ഇത് സംഭവിച്ചത് തെറ്റാണ്, അത് വീഴ്ചയാണെന്നുള്ള കാര്യം ഞങ്ങളെല്ലാം സമ്മതിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, DCC ഓഫീസിൽ തല്ല് നടന്നത് എന്തിനാ? 3 മണിക്കൂർ ലൈവായിട്ട് ചാനലിൽ വന്നില്ലേ? എന്ത് പറഞ്ഞുകൊണ്ടാ കെ മുരളീധരനെ ബലിയാടാക്കിയെന്നും ഈ പൂരം ഇതുപോലെ അലങ്കോലാക്കിയതിൽ ഈ കോൺഗ്രസ്സുകാരിൽപ്പെട്ട പലർക്കും പങ്കുണ്ടെന്ന് പേര് ചെയ്ത് പോസ്റ്റ് ഒട്ടിച്ച് അവിടെ അടിയുണ്ടാക്കിയത് റിപ്പോർട്ട് പുറത്തു വരണ്ടേ? ഇത് കോൺഗ്രസ്സുകാരാണെന്ന് CPM-കാർ പറയുന്നു, CPM-കാരാണെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു, അല്ല BJP-കാരാണെന്ന് CPM-കാർ പറയുന്നു. എങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുന്നത് മതിയോ? നിയമത്തിന്റെ വഴിയിൽ, സർക്കാരിന്റെ വഴിയിൽ ഒരു മറുപടിയായിട്ട് കോൺഗ്രസ്സുകാരാണെങ്കിൽ കോൺഗ്രസ്സുകാരാണെന്ന് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണ്ടേ? അല്ല, ഞാൻ പറഞ്ഞത് ഇത് ഞങ്ങൾ പറയുന്നില്ല, അവരുടെ പാർട്ടിക്കാർ തന്നെ ലൈവായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞതാ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഇത്തവണ സംഭവിക്കാൻ പാടില്ലാത്ത നൂറ്റാണ്ടിൽക്ക് ഏറെ പഴക്കമുള്ള പൂരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച, ആ വീഴ്ചയ്ക്കുള്ള അഡ്ജസ്റ്റ്മെന്റ് ആരാണ് നടത്തിയത്? അതിന്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. അതിന്റെ ബെനഫാക്ടേഴ്സ് ആരാണെന്നുള്ളത് കേരളം മുഴുവൻ തിരിച്ചറിഞ്ഞു. അതിനെക്കുറിച്ച് ഇനി ഏതെല്ലാം രീതിയിൽ ഈ പാർട്ടിയും ഗവൺമെന്റും നിങ്ങൾ കുറ്റപ്പെടുത്തിയാലും അതുകൊണ്ടാണ് അത് ജനങ്ങളുടെ മുമ്പിൽ വിലപ്പോകുന്നില്ലെന്ന് ഞാൻ ഈ കഴിഞ്ഞ 7 വർഷത്തെ ചരിത്രങ്ങൾ, 8ാമത്തെ വർഷത്തല്ല, കഴിഞ്ഞ 7 തവണ നടത്തിയ രാഷ്ട്രീയമായ ആരോപണത്തിനപ്പുറത്ത് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ചുകൊണ്ടിരുന്നാൽ പോരായിരുന്നോ? ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത് അതിന് സത്യം പുറത്തു വരണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? ഇതിപ്പോ മുഖ്യമന്ത്രിക്ക് പിറ്റേ ദിവസം 21-ാം തീയതി ഈ വാർത്താ സമ്മേളനം വിളിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് പകരം ഇത് സംഘപരിവാർ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആതങ്കം വിശ്വസിച്ചിരിക്കാമായിരുന്നല്ലോ. അങ്ങനെയല്ലല്ലോ ഉണ്ടായത്. അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് കാര്യക്ഷമമായി സമയബന്ധിതമായി നടപ്പിലാകുന്നുണ്ട്, റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ് ശ്രീ റെജി ലൂക്കോസ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ചർച്ച തുടക്കത്തിൽ പറഞ്ഞല്ലോ, അത് ലാഗ് ചെയ്ത് പോയത്, നീണ്ടുപോയത്, ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരാതെ പോയത് നിർഭാഗ്യകരമാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അത് തന്നെയല്ലേ ഇവിടുത്തെ എല്ലാ നേതാക്കന്മാരും പറയുന്നത്. തെറ്റാണെന്നുള്ളത് അല്ല, ഒരു സംവിധാനത്തിന് കീഴിൽ ഒരു കാര്യക്ഷമതയില്ലായ്മ ഉണ്ടാകുന്നത് നിർഭാഗ്യകരമല്ല, അത് കെടുകാര്യസ്ഥതയാണ്. അതിന് മറുപടി പറയേണ്ട ബാധ്യത സർക്കാരിന്റെയും സംവിധാനത്തിന്റെയുമാണ്. വിധിയെ പഴിച്ചുകൊണ്ടിരിക്കണം എന്നാണോ? വിധിയെ പഴിച്ചുകൊണ്ടിരിക്കുന്നതൊന്നുമല്ല. ആ സംഭവത്തിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും അത് ഉടനെ തന്നെ ആ റിപ്പോർട്ട് പുറത്തു വരുന്നു. കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. കൃത്യമായി നടപ്പിലായിട്ടില്ല എന്നതുകൊണ്ടാണ് 5 മാസമായിട്ടും ഇന്നിപ്പോ ഈ പറയുന്ന വിവാദങ്ങളും അല്ലെങ്കിൽ ഇത്രയും വലിയ മുറവിളികളും ഒക്കെ ഉണ്ടായിട്ടും അന്വേഷണം കൃത്യമായി നടപ്പിലാകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നത് കൃത്യമായി നടപ്പിലാകാത്തത് കൊണ്ടാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പരിധിവരെ ആ ആരോപണത്തിനോട് നമ്മൾ നിഷേധിക്കുന്നില്ല. അങ്ങനെ നിഷേധിക്കുന്നത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം കേരളത്തിലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നുള്ള വിവരം അറിയണ്ടേ? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ആരാണ് അതിന്റെ ബെനിഫാക്ടേഴ്സ്? ആരുടെ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു? ആരാണ് ആ സമയത്ത് റിപ്പോർട്ട് പുറത്തു വരാതെ അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ കഴിയുന്ന എന്തെങ്കിലും സാധ്യത അവശേഷിക്കുന്നുണ്ടോ?
അല്ല തീർച്ചയായിട്ടും കേരളത്തിലെ നമ്മളല്ലാതെ കണ്ടോണ്ടിരിക്കുന്നില്ലേ, നിങ്ങളല്ലാതെ വാർത്തകൾ കൊടുത്ത കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ആരെങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, അതിനുവേണ്ടി നടത്തിയ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്നുള്ളവരൊക്കെ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. ഇനി റിപ്പോർട്ട് നിങ്ങൾ സംശയിക്കേണ്ട, റിപ്പോർട്ട് ഉടനെ തന്നെ പുറത്തു വരും. ഇന്നലെ മുഖ്യമന്ത്രി സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ റിപ്പോർട്ട് കൈവരണം എന്നുള്ളവരും. അത് വരും. അത് എല്ലാവർക്കും താല്പര്യമുണ്ട്. ഈ പറഞ്ഞ എനിക്കും താല്പര്യമുണ്ട് എന്താണ് സംഭവിച്ചെന്നുള്ള കൃത്യവസ്ഥ.